ഹലോ, വെൽക്കം ബാക്ക് ടു അവർ മോംസ് ഡെക്കർ. ഇന്ന് ഞാൻ എൻ്റെ ഡ്രസ്സിംഗ് ടേബിളിനെ പരിചയപ്പെടുത്തുക. ഞാൻ എൻ്റെ ഐറ്റംസ് എല്ലാം, അതായത് നമ്മുടെ പൊട്ട്, ലിപ്സ്റ്റിക്ക്, മേക്കപ്പ് ഐറ്റംസ്, അതൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും എങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇതാണ് ഡ്രസ്സിംഗ് ടേബിൾ സെൻറ്ററിൽ ഒരു വലിയൊരു കണ്ണാടിയുണ്ട്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുമാണ് ഡ്രോയേഴ്സ് വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഡ്രോയിൽ ഞാൻ കുറച്ചൊരു പ്ലാസ്റ്റിക് ഡബ്ബയല്ല, ഒരു പ്ലാസ്റ്റിക് ഐറ്റം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, 50 രൂപയും കണ്ടുള്ളൂ. അതിനകത്തിട്ടാണ് എൻ്റെ ഐറ്റംസ് എല്ലാം വെക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം ലിപ്സ്റ്റിക് കളക്ഷൻസ് ഞാൻ കാണിക്കാം. പിങ്ക്, പർപ്പിള്, ബ്രൗണ്, അങ്ങനെയുള്ള അത്യാവശ്യം ഒരു 6-8 ലിപ്സ്റ്റിക്സ് ഉണ്ട്. പിന്നെ ഒരു ഫൗണ്ടേഷൻസ്, ലിപ് ബാം, പിന്നെന്തുവാ മസ്കാര, ഐലൈനർ, അങ്ങനെയുള്ള എല്ലാ കാര്യം. പിന്നെ നമ്മുടെ ബ്രഷുകൾ, ലിപ്പിൽ ഉപയോഗിക്കുന്ന ബ്രഷുകൾ, പിന്നെ ലിപ് പെൻസിൽസ്, സ്പഞ്ചസ്, ഫൗണ്ടേഷൻ ക്രീമും ഉണ്ട്, പൗഡറും ഉണ്ട്. ഇത് നമ്മുടെ മസ്കാര, നമ്മൾ കൺപീലി വളയ്ക്കുന്ന അതാണ്, ഞാനത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ നെയിൽ കട്ടർ, നെയിൽ ഷാർപ്നർ, അതെല്ലാം ഇതിനകത്ത് തന്നെയാണ് ഇട്ടത്. അപ്പോൾ എടുക്കാൻ എളുപ്പമാണ്. ഞാൻ ഇതിനകത്ത് തന്നെ അതെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അതിനുശേഷം പിന്നെ ഉള്ളത് ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഇത് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഡ്രോയിൽ വയ്ക്കുന്നപ്പോൾ നമുക്കത് എടുക്കാനും സ്ക്രോൾ ചെയ്തിങ്ങനെ എടുക്കാനും പറ്റും, കാണാനും പറ്റും. ഇത് ഞാൻ സാധാരണ നോർമൽ ഉപയോഗിക്കുന്ന ബിന്ദീസാണ്. ഇനി എൻ്റെ വാച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. സ്ട്രാപ്സ് ഉണ്ട്, ചെയിൻസ് ഉണ്ട്. ആദ്യത്തെ സെക്ഷൻ ചെയിനാണ്, ഇതെല്ലാം സ്ട്രാപ്സാണ്. ഒരു ഐ വാച്ചും ഉണ്ട്. നെക്സ്റ്റ് ഉള്ളത് ഇതുപോലെ നമുക്ക് സ്ക്രോൾ ചെയ്തെടുക്കാൻ പറ്റും, അതുകൊണ്ട് എടുക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാണ് ആ സെക്ഷൻ. നെക്സ്റ്റ് എൻ്റെ ബുഷസിൻ്റെ കളക്ഷനാണ്. അത് ഞാൻ 2 ബിസ്ക്കറ്റിൻ്റെ ഡബ്ബയുണ്ടല്ലോ, അതിനകത്തിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറേ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം എല്ലാ കളറിലെയും ബുഷസ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഞാൻ മാറി ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാറും ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് അങ്ങ് തിരിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ബാംഗിൾസാണ്. കുറച്ച് ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന കുറച്ച് ബാംഗിൾസ് ഉണ്ട്. ഡെയിലി ഒന്നും ഉപയോഗിക്കത്തില്ല, വല്ല ഫങ്ഷൻസൊക്കെ വരുമ്പോഴേ ഉപയോഗിക്കാറുള്ളൂ. സ്കൂളിൽ അങ്ങനെ വളയൊന്നും ഇട്ടുകൊണ്ട് പോകാറില്ല, വാച്ച് മാത്രമേ കെട്ടാറുള്ളൂ. ഈ ബിന്ദീസ് എന്തെങ്കിലും ഫെസ്റ്റീവ് ടൈംസിലൊക്കെ ഉപയോഗിക്കുന്ന ബിന്ദീസാണ്, അല്ലാതെ ഞാൻ ഉപയോഗിക്കാറില്ല. അല്ലാത്തതുകൊണ്ട് ബ്ലാക്ക് ബിന്ദീസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പാകത്തിന് എടുത്ത് വച്ചിട്ടുണ്ട്. ബാംഗിൾസിൻ്റെ കളക്ഷനാണ് ഇത് കുഞ്ഞുങ്ങളുടെ ബുഷസാണ് കേട്ടോ. അവർ സ്കൂളിൽ ഉപയോഗിക്കുന്ന കുഞ്ഞു പല കളറിലെ ബുഷസാണ്. ഇത് ഡബ്ബയോടെ നമ്മൾ വാങ്ങിച്ചത്, അതും ഗൾഫിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ അവിടെ മാലകളെല്ലാം ഞാൻ ഐസ്ക്രീം ഡബ്ബയിലിട്ട് അതങ്ങ് കംപ്ലീറ്റ് ആയി. ആ ഷെൽഫിന് ചേർന്ന് തന്നെ ഒരു ഹാങ്ങറുണ്ട്, അവിടെ തന്നെ കുഞ്ഞുങ്ങളുടെ ബെൽറ്റുകളൊക്കെ അവിടെ തന്നെയാണ് വയ്ക്കുന്നത്. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗുകളും കുഞ്ഞുങ്ങളുടെ ഹാൻഡ് ബാഗും ഒക്കെ അവിടെ തന്നെയാണ് വയ്ക്കുന്നത്. ബെൽറ്റുകൾ ഇവിടെ ഹാങ് ചെയ്ത് തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. നേരത്തെ ഡ്രോയറിലൊക്കെയാണ് കിട്ടുക, അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ആകുമ്പം നമുക്കിവിടെ ഹാങ് ചെയ്തില്ല, അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുമില്ല, ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും. നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ കബോർഡ് കാണിക്കാമേ. ഇതാണ് റൈറ്റ് സൈഡിൽ കബോർഡ്. ഇവിടെ 4 ഡ്രോയറുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ ഡ്രയറും പിന്നെന്തോ ഫേസ് മാസ്ക്, പീലിംഗ് മാസ്ക്, ഇത് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്. പീലിംഗ് മാസ്ക്, പിന്നെ നമ്മുടെ റേസേഴ്സ്, നെക്സ്റ്റ് വാക്സ് സ്ട്രിപ്സ്, വീറ്റിൻ്റെ വാക്സ് സ്ട്രിപ്സ്. പിന്നെ എൻ്റെ കാലൊരു പ്രാവശ്യം ഇങ്ങനെ ബാൻഡേജ് ഇട്ട് എൻ്റെ ബെൽറ്റ്, അപ്പോൾ അത് ഞാനത് ബലത്തിന് വേണ്ടി ചിലപ്പോഴൊക്കെ ഇടാറുണ്ട്. അത് ഞാൻ കളഞ്ഞില്ല, അത് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതിൻ്റെ 2 ബെൽറ്റ് റബ്ബർ ബാൻഡ് പോലത്തെ ഒന്നുമുണ്ട്, അല്ലാതെ വലിച്ചു കെട്ടുന്നതുമുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് റോയിൽ. നെക്സ്റ്റ് വണ്ണിൽ എൻ്റെ ക്രീമുകളും എല്ലാം കൂടെ, അതും ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിലുണ്ട്. സെറ്റാഫിലിൻ്റെ ലോഷനും ക്രീമുമാണ്. പിന്നെ ഞാനിത് ഗൾഫിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇതൊരു സൺസ്ക്രീമാണ്, സൺസ്ക്രീം വിത്ത് ഫൗണ്ടേഷനാണ്. അപ്പം നമുക്ക് 2 in 1 ആണ്. ഇതിട്ട് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മാമയത്തിൻ്റെ സൺസ്ക്രീം, ബോഡി ലോഷൻ, ആലുവേര ജെല്ല്, ഇത് ഹിമാലയയുടെ ക്രീം, ഡവിൻ്റെ ക്രീം, ഇതെല്ലാം ഞാൻ ഒരുമിച്ച് തന്നെയാണ് വയ്ക്കുന്നത്. ഇത് നമ്മൾ അണ്ടർ ആമിൽ ഉപയോഗിക്കുന്ന റോളറാണ് കേട്ടോ. അത് നിവ്യയുടെ ദിവസം തീരാറായി. ഇത് ആവണക്കെണ്ണയാണ് നമ്മൾ കൺപീലി പറ്റുന്നത്. പിന്നെ അതിനകത്ത് ഇത്തിരി സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയ 2 ബോട്ടിൽ സ്പ്രേയും കൂടെ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ബോഡി ക്രീമാണ്. ഇതാണ് വേറെ സ്പ്രേകൾ. അപ്പോൾ അത് സൈഡിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ ടൈമിലൊക്കെ അടിക്കുന്ന സ്പ്രേ ആണ്. അപ്പോൾ അത് ഞാൻ സൈഡിൽ തന്നെ വെച്ചിരിക്കുന്നത്, എനിക്ക് എടുക്കാൻ പാകത്തിന് സൈഡിൽ തന്നെ വെച്ചിരിക്കും. മറ്റേത് ഏറ്റവും ബാക്കിലുള്ളത് ബോഡി സ്പ്രേ ആണ് കേട്ടോ. അപ്പം അതെല്ലാം സെറ്റായി. ഇതാണ് എൻ്റെ ക്രീമിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത്.
ഇതും നമുക്ക് കണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഏതാണ്ട് നമുക്ക് താഴെ വീലൊന്നുമില്ല, പക്ഷെ നമുക്ക് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് കോമ്പുകളാണ്. നമ്മുടെ മക്കളുടെ എൻ്റെയും എല്ലാവരെയും കോമ്പോ ഉണ്ട്, അതെല്ലാം ആ പാത്രത്തിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. നെക്സ്റ്റ് നെയിൽ പോളിഷിൻ്റെ കളക്ഷനാണ്. താഴെയുള്ള ഡബ്ബ, മുകളിലിരിക്കുന്ന മക്കളുടെ ക്രീമാണ് കേട്ടോ. അവരുടെ ബോഡി ലോഷൻ, ബോഡി ക്രീം, സൺസ്ക്രീൻ, പിന്നെന്തോ അവർ കണ്ണിൽ പുരട്ടുന്ന ഐലൈനർ, കൺമഷി, അതൊക്കെയാണ് ഈ ബോക്സിലുള്ളത്. അപ്പം ഐലൈനറൊന്നും അങ്ങനെ സ്കൂളിലിട്ടിട്ട് പോലെ കൺമഷി ഇടാറുണ്ട്. ഐലൈനർ എന്തെങ്കിലും ഫെസ്റ്റീവ് ടൈമിലൊക്കെ ഇടാറുള്ളൂ, അങ്ങനെ ഡെയിലി ഇടാറില്ല. പിന്നെ അവരുടെ പല കളറിലുള്ള പൊട്ട്, പിന്നെ ഒരു 2 വളയൊക്കെ എന്തോ കിടപ്പുണ്ട്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് മക്കളുടേത്. അപ്പോൾ അത് ഓക്കെ, സെറ്റായി. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് നെയിൽ പോളിഷിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ ഒരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം പല കടകളിൽ നിന്ന് വാങ്ങിച്ച നെയിൽ പോളിഷുകളാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓരോന്നെടുത്ത് കാണിക്കണേ. എല്ലാം കാണുമ്പോൾ ഒരേ നിറം പോലെയൊക്കെ ഇരിക്കും, പക്ഷേ ഒരേ നിറത്തിലുള്ളതൊന്നുമല്ല. ഈ ഗ്രേ തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഗ്ലിറ്ററിങ് ഉള്ളത്, ഗ്ലിറ്റർ ഇല്ലാത്തത്, ഷൈനിങ് കൂടിയത്, മാറ്റ് ഫിനിഷ്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ വൈറ്റ് കളർ, സിൽവർ കളറിൻ്റെതുണ്ട്, വൈറ്റും ഉണ്ട്. എല്ലാം ബ്ലാക്ക്, റെഡ്, അങ്ങനെ ഗ്രേ തന്നെ ഒരു 2-3 ടൈപ്സ് ഉണ്ട് കേട്ടോ. ഗ്ലിറ്റർ ഉള്ളതും ഗ്ലിറ്റർ ഇല്ലാത്തതും. പിന്നെ എന്തുവാ, പിന്നെ അതുപോലെ ക്രീം കളർ, ബ്ലാക്ക്, ക്രീം കളറിൽ അത്യാവശ്യം എല്ലാം. അപ്പം ഞാൻ എല്ലാവർക്കും എൻ്റെ നെയിൽ പോളിഷിൻ്റെ കളക്ഷൻ ഒന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഇത്രയും നെയിൽ പോളിഷാണ്, പക്ഷേ ഞാൻ ഇതൊന്നും ഡെയിലി ഉപയോഗിക്കാറില്ല കേട്ടോ. നെക്സ്റ്റ് എൻ്റെ സ്റ്റഡ്സിൻ്റെ കളക്ഷനാണ്. ഞാൻ സ്കൂളിൽ ഉപയോഗിക്കുന്ന, ഡെയിലി ഉപയോഗിക്കുന്ന സ്റ്റഡിൻ്റെ കളക്ഷൻ. ഇതൊന്നും ഹെവി അല്ല, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇത് ഓൾറെഡി എൻ്റെ ജ്വല്ലറി കളക്ഷനിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ആ വീഡിയോ താല്പര്യമുള്ളവർ കയറി കാണണേ. നെക്സ്റ്റ് ഡ്രോയറിൽ ഞാൻ പൊട്ടിക്കാത്ത കുറച്ച് സ്പ്രേ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഡെക്കറേഷൻ പീസസും ഉണ്ട് കേട്ടോ. നമ്മുടെ ബർത്ത്ഡേയുടെ ഹാങ്ങിങ്സും, ബലൂൺ ബ്ലോ ചെയ്യുന്ന സാധനവും, പിന്നെ അങ്ങനെയല്ല. പിന്നെ ഇത് നാപ്കിൻ. നെക്സ്റ്റ് ഉണ്ട്, ഇത് പൊട്ടിക്കാത്തതാണ് കേട്ടോ. പൊട്ടിക്കാത്ത സ്പ്രേ ഉണ്ട്, അത് വെച്ചേക്കുക. ഇതും ഞാൻ ഓൾറെഡി ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല ബെല്ലയുടെയാണ്. ഇത് ആക്ച്വലി 4 എണ്ണം ഉണ്ടായിരുന്നു, 2 എണ്ണം ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇത് ബാക്കി 2 എണ്ണം കൂടെ ഉണ്ട്. നല്ല സ്പ്രേ ആണ് കേട്ടോ, നല്ല മണം കേട്ടോ. ലേഡീസിന് പ്രത്യേകം സ്പെഷ്യലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പം താഴത്തെ ഡ്രോയർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് മക്കളുടെ ഹെയർ ബാൻഡ്സ് ഒക്കെ വയ്ക്കുന്നതാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ കളറും ഉണ്ട്. പിന്നെ കുറേയൊക്കെ അങ്ങ് കേടായിപ്പോയി, പശകളായിപ്പോയി, കുറച്ചൊക്കെ അഴുക്കായിപ്പോയി, അങ്ങനെയുള്ളതൊക്കെ ഞാൻ കളഞ്ഞു. ബാക്കി ഇത്രയാണ് ഉള്ളത്. ഇത് നമ്മുടെ ജ്വല്ലറി കളക്ഷൻ്റെ ബാക്കിയാണ്. ഹെവി ജിംകാസ് എല്ലാം ഞാൻ ഈ ബോക്സിലിട്ട് വയ്ക്കുന്നത് കേട്ടോ. ഇത് പ്രത്യേകിച്ച് വാങ്ങിച്ച ബോക്സൊന്നും അല്ല, ഇതിന് കാണുമ്പോഴേ അറിയാം ഇത് മുട്ടായിയുടെ ബോക്സസ് ആണ്. അതിനകത്താണ് എൻ്റെ ഹെവി ജിംകാസൊക്കെ. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും ജ്വല്ലറി കളക്ഷൻ. ഇത് മാലകളാണ് കേട്ടോ, ഫാൻസി മാലകളാണ്. ഇതും അത് തന്നെ, ഫാൻസി മാലകളാട്ടോ. മക്കളുടേതും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. എൻ്റെത് മാത്രമല്ല, മക്കളുടേതും ഉണ്ട്. ഇത് അതുപോലെ ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഫാൻസി മാലകളാട്ടോ. ഇതൊക്കെ ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ ബാംഗിൾസാണ്. ഇതെല്ലാം ബാംഗിൾസ്. മുകളിലിരിക്കുന്നതൊക്കെ മക്കളുടെ ബാംഗിളും ഉണ്ട്, എൻ്റെ ബാംഗിളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ബോക്സസ് നമുക്ക് കടയിൽ നിന്ന് കിട്ടും, എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഇതുപോലെയൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ ഉപയോഗിക്കും. ഇതും ബാംഗിൾസ് തന്നെ കേട്ടോ, എല്ലാം ബാംഗിൾസ് തന്നെയാണ്. 2 മക്കളുടെയും കാണും കേട്ടോ. പിന്നെ ഇത് ഒരു ജ്വല്ലറി ബോക്സ്, ഫാൻസി ടൈപ്പിൽ ജ്വല്ലറി ബോക്സ്. ശ്രീശാന്തിക്കൊക്കെ ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ് എല്ലാം ഞാൻ പ്രത്യേകം മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് ടേപ്പ് ഓർഗനൈസേഷൻ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഞാൻ ഇതുപോലെയാണ് എൻ്റെ ഡ്രസ്സിങ് ടേബിളെല്ലാം അടുക്കി പറയുന്നത്. നിങ്ങളിങ്ങനെയാണോ എന്നാന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് സമയത്തിന് കാണാനും പറ്റും. ഓക്കെ, താങ്ക് യു.